ആർക്കും സാധ്യമല്ല. അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഇച്ഛ നടക്കും. മനുഷ്യർ എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും എന്തൊക്കെ ഇത് ചെയ്താലും ഈശ്വരേച്ഛ മാത്രമാണ് ഇവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത്. സർവഗസ്ത്വധ സർവാത്മാ, ഈ പരമാത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മം സർവവ്യാപകമാണ്, എല്ലാമായി തീർന്നിരിക്കുന്നതാണ്. അതല്ലാതെ മറ്റൊന്നുമില്ല. സകലതിലും വ്യാപിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് പോലും പൂർണ്ണമായി ശരിയല്ല. എല്ലാമായി തീർന്നിരിക്കുന്നത് ഇതാണ്. എത്ര ഭാതി യഥാ യഥ, അത് എവിടെ എങ്ങനെ തന്നെ പ്രകടമാക്കുന്നുവോ അത് അങ്ങനെ അവിടെ പ്രകടമാകും. എന്ന് പറഞ്ഞാൽ അതിന് പറ്റാത്തതായി ഒന്നുമില്ല. ഏതു ഭാവത്തിലും പ്രകടമാകാൻ കഴിവുള്ള ഉണ്മയാണ് ഈ ആത്മതത്വം. കുറേ പേര് രക്ഷിച്ചില്ലേ മദർ തെരേസ? മനുഷ്യരാശിയുടെ ഉന്നമനത്തിനും അവരുടെ നന്മയ്ക്കും വേണ്ടി പ്രവർത്തിച്ച ഒരു മഹത് വനിതയായിരുന്നു മദർ തെരേസ. ഒരു സംശയമില്ല ആ കാര്യത്തിൽ. ഇങ്ങനെ എത്രയെത്ര സാമൂഹ്യ പരിഷ്കർത്താക്കൾ. പക്ഷേ അവരുടെ വ്യക്തിപരമായ ജീവിതം, അവർ ശരീരം ഉപേക്ഷിക്കുമ്പോൾ സന്തോഷത്തോടു കൂടിയാണോ ഉപേക്ഷിച്ചത്? ഇതാണ് നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്ന വലിയ ഒരു ചോദ്യം. ജീവിതത്തിൻ്റെ അന്ത്യം സുഖപ്രദമായിരിക്കണം. സന്തോഷത്തോടുകൂടി ശരീരം വിടാൻ കഴിയണം. അതിന് കഴിയാത്ത ഒരു ജീവിതം വ്യർത്ഥം, അർത്ഥശൂന്യം, ഒരു പ്രയോജനവുമില്ല. ആ ജീവിതം കൊണ്ട് എന്തൊക്കെയോ ചെയ്തു, അവസാനം ദുഃഖവും പരാതിയും മാത്രം. അങ്ങനെ ആവരുത്. കിംനോ അസ്തി കിം തത് യത് തതസത്താം ന ലഭത ഇത്യർത്ഥ. ഇവിടെ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? ഇവിടെ വാസ്തവത്തിൽ എന്താണുള്ളത്? എല്ലാം ആത്മാവ് തന്നെ. എല്ലാ വസ്തുക്കളുടെയും സത്ത ആത്മാവിൽ നിന്ന് കടം വാങ്ങിയതാണ്. ആത്മാവ് ഉള്ളത് കൊണ്ടാണ് ഈ നാമരൂപങ്ങൾ നിലനിൽക്കുന്നത് തന്നെ. അങ്ങനെ ആത്മാവിൻ്റെ ഉണ്മയെ കടം വാങ്ങി പ്രകാശിക്കുന്ന പ്രപഞ്ച ദൃശ്യങ്ങൾ, അവയ്ക്ക് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടതുണ്ടോ? ഏതൊന്നാണോ നാമരൂപങ്ങളായി പ്രകടമാകുന്നത് അതിനെ വേണ്ടേ നാം ജീവിതത്തിൽ ഉടനീളം അനുധാവനം ചെയ്യാൻ, അതിനെ വേണ്ടേ ചിന്തിക്കാൻ, അതിനെ വേണ്ടേ ധ്യാനിക്കാൻ, അതിനെ അറിയാൻ വേണ്ടിയല്ലേ ജീവിതത്തെ സമർപ്പിക്കേണ്ടത്? അല്ലാത്ത ജീവിതം വ്യർത്ഥം, നിഷ്പ്രയോജനം എന്നർത്ഥം. ആത്മാവിൽ നിന്ന് സത്ത അല്ലെങ്കിൽ ഉണ്മ കടം വാങ്ങിക്കാത്ത ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. അതീതമിത്യാദിഹി തത് പ്രപഞ്ച. ഇതിനു മുമ്പ് നിലനിന്നിരുന്ന വസ്തുക്കളും അല്ലെങ്കിൽ ജീവികളും ഇപ്പോഴുള്ളവയും ഇനി ജനിക്കാൻ പോകുന്നവയും എല്ലാം ആത്മാവിൻ്റെ ഉണ്മയെ കടം വാങ്ങി ഉള്ളവയായി തീരുന്നവയാണ്. ദൃശ്യങ്ങൾക്ക് ഉണ്മ പകരുന്നത് ആത്മാവാണ്. ഉണ്മയെ മാറ്റിയാൽ അവശേഷിക്കുന്നത് ഇല്ലായ്മയായിരിക്കും. എന്ന് പറഞ്ഞാൽ ആ വസ്തു തന്നെ ഇല്ലാതായി പോകും എന്നർത്ഥം. തഥാ ദൂരമദൂരം ച നിമേഷ കൽപ്പയേവ ച സ്വരൂപമജഹത്യേവ സാമാന്യേ താനി സർവദാ. അടുത്ത് അകലെ, ദൂരത്തിലുള്ള വ്യത്യാസമാണ്. നമ്മുടെ അടുത്ത് നമ്മിൽ നിന്ന് വളരെ അകലെ. സ്പേസ് അല്ലെങ്കിൽ ഇടത്തെ ആശ്രയിച്ച് നമ്മൾ പ്രയോഗിക്കുന്ന വാക്കുകളാണ് അടുത്ത്, അകലെ. ഇന്നലെ, ഇന്ന്, നാളെ ഈ വാക്കുകൾ സമയത്തെ അധിഷ്ഠാനമാക്കിയാണ് നമ്മൾ പ്രയോഗിക്കാറുള്ളത്. ഈ ദേശകാലങ്ങൾ തന്നെ മിഥ്യയാണെങ്കിൽ, ദേശകാലങ്ങൾ തന്നെ കള്ളമാണെങ്കിൽ ഈ പ്രപഞ്ചം എങ്ങനെ സത്യമാകും? ദേശകാലങ്ങളാകുന്ന അതിർവരമ്പുകളുടെ ഉള്ളിലാണ് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ്. എപ്പോഴോ ഉണ്ടായ ഒന്നാണ് ഈ പ്രപഞ്ചം. ഇപ്പോഴത് നിലനിൽക്കുന്നു.
എന്നെങ്കിലും ഒരു ദിവസം അത് ഇല്ലാതാവും. അപ്പോൾ ദേശത്തിനും കാലത്തിനും ഉൾപ്പെട്ടത് സത്യമാവാൻ പറ്റില്ല. അത് വെറും ഭ്രമം മാത്രമാണ്. ഇങ്ങനെ ദൂരമില്ലായ്മ. നിമേഷം കൽപ്പം. നിമേഷം എന്ന് പറഞ്ഞാൽ നിമിഷം, സമയത്തിൻ്റെ വളരെ ചെറിയ ഒരു യൂണിറ്റാണ് നിമിഷം. ഒരു മിനിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സെക്കൻഡ് എന്ന് പറയാം. സെക്കൻഡും കൽപ്പം. കൽപ്പം എന്ന് പറഞ്ഞാൽ എത്രയോ ലക്ഷക്കണക്കിന് വർഷങ്ങൾ ചേർന്നതാണ് കൽപ്പം. സമയത്തിൻ്റെ ചെറുതും വലുതുമായ അളവുകൾ, അടുത്ത അകലെ, അവ ദൂരത്തെ അധികരിച്ചുള്ള വാക്കുകളാണ്. ഇതെല്ലാം തന്നെ ആത്മാവിൻ്റെ പ്രതിഫലനമാണ്. സ്വരൂപം അജഹത്യേവ. ആത്മാവ് തൻ്റെ സ്വരൂപത്തെ പരിത്യജിക്കാതെ തന്നെ ആ സാമാന്യ സത്തയിൽ സാമാന്യേ താനി സർവദാ ഇവയെല്ലാം എപ്പോഴും ഉള്ളതുപോലെ തോന്നുന്നു. ആത്മാവ് ഒന്നുമായി മാറുന്നില്ല. പ്രപഞ്ചമായി മാറുന്നത് ആത്മാവല്ല. ആത്മാവിൽ വെറുതെ ഉണ്ടെന്ന് തോന്നുന്നു ഈ പ്രപഞ്ചം. അങ്ങനെ തനിക്ക് ഒരു മാറ്റവും സംഭവിക്കാതെ തന്നെ പലതും ഈ ആത്മാവിൽ എപ്പോഴും ഉള്ളതുപോലെ തോന്നുന്നു. സാമാന്യേ സത്താസാമാന്യേ താനി അതീതാനി അതീതാദീനി. കഴിഞ്ഞതും ഇപ്പോഴുള്ളതും ഇനി വരാൻ പോകുന്നതും എല്ലാം ആത്മാവിൻ്റെ തന്നെ പ്രകടനങ്ങളാണ്. സർവാത്മനി സ്ഥിതാന്യേവ പശ്യമായാ വിജൃംഭിതം അജാതമനിരുദ്ധം ച യഥാസ്ഥിതമവസ്ഥിതം. സർവാത്മാവായ പരബ്രഹ്മത്തിൽ ഇവയെല്ലാം ഉണ്ട്. ഉണ്മയിൽ പൊന്തിയത് ഉള്ളതാവാനല്ലേ പറ്റൂ. അധിഷ്ഠാനം സദ്വസ്തുവാണ്, ആത്മാവാണ്, അതുള്ളതാണ്. അതിൽ പൊന്തുന്നതെല്ലാം ഉണ്മയുടെ പ്രകടനങ്ങളായതുകൊണ്ട് എല്ലാം ഉള്ളത് തന്നെ. മിഥ്യ എന്ന് പറഞ്ഞൊരെണ്ണമില്ല. ജഗത്ത് മിഥ്യ എന്ന് വേദാന്തം പ്രഖ്യാപിക്കുമ്പോഴും ഭിന്നമായി ഒരു ജഗത്തിനെ അംഗീകരിച്ചാൽ അതാണ് മിഥ്യയാവുന്നത്. ആത്മാവിനോട് കൂടി ചേർത്ത് മനസ്സിലാക്കിയാൽ ഇതെല്ലാം ഉള്ളത് തന്നെ. ഈ മേശ ബ്രഹ്മമാണ് എന്ന് ബാലകൃഷ്ണ സാറ് പറയുമ്പോൾ ബ്രഹ്മത്തെയാണ് അദ്ദേഹം കാണുന്നത്. ബ്രഹ്മത്തിൽ പൊന്തിയ ഒരു നാമരൂപങ്ങളാണ് മിഥ്യ. നാമരൂപങ്ങളിൽ പ്രകടമാകുന്നത് അല്ലെങ്കിൽ നാമരൂപങ്ങളുടെ അധിഷ്ഠാനമായി വർത്തിക്കുന്നത് ആത്മാവാണ്, അതുള്ളതാണ്. അങ്ങനെ ഒന്നിനെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ സത്യം മിഥ്യ എന്ന് രണ്ട് വീക്ഷണകോണുകളിൽ കാണുമ്പോൾ ഏതർത്ഥത്തിലാണ് ആ വീക്ഷണങ്ങൾ എന്നുള്ളത് നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കണം. ശ്രീനാരായണ ഗുരുദേവൻ സർവവും ഉള്ളത് തന്നെ എന്ന് പറയുമ്പോൾ ശങ്കരാചാര്യ സ്വാമികൾ ജഗത്ത് മിഥ്യ എന്ന് പറയുന്നു. ഇല്ലേ ഇല്ല, കള്ളം. ബാലകൃഷ്ണ സാറും പറഞ്ഞിട്ടുണ്ട്, ഒന്നുമില്ല രമേശ്. എന്നിട്ട് മേശയും മൈക്കും എൻ്റെ മുമ്പിലിരിക്കുന്ന ആളും അദ്ദേഹത്തിൻ്റെ ചുമയും എല്ലാം ബ്രഹ്മമാണ് എന്നും പറയുന്നു. ഇതാണ് ആൾക്കാർക്ക് പിടികിട്ടാത്തത്. ആദ്യം പറഞ്ഞതിന് നേരെ വിരുദ്ധമായി അടുത്തത് പറയുന്നു. ഒന്നെങ്ങനെയാണ് ഒരേ സമയത്ത് ഉള്ളതും ഇല്ലാത്തതുമായിരിക്കുക? നമ്മുടെ കാഴ്ചപ്പാടാണ് പ്രധാനം. സ്വർണ്ണമാല ഇല്ലേ ഇല്ല എന്ന് പറയുമ്പോൾ സ്വർണത്തെ അംഗീകരിക്കുന്ന ഒരാൾ സ്വർണത്തിൽ ഉണ്ടെന്ന് തോന്നുന്ന ഒരു രൂപം മാത്രമാണ് സ്വർണ്ണമാല. മാല എന്നുള്ളത് അതിൻ്റെ പേര്. സ്വർണത്തെ മാറ്റിയാൽ സ്വർണ്ണമാലയില്ല. ആ സ്വർണത്തിൽ ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരാൾ മാലയില്ല എന്ന് പറയും. ഇനി ഈ മാലയെ സ്വർണമായി കാണാൻ കഴിയുന്നുവെങ്കിൽ ഈ മാലയുടെ ആകൃതിയിൽ കാണുന്നത് സ്വർണമാണ് എന്ന് കാണാൻ ഒരാൾക്ക് കഴിയുമെങ്കിൽ ആ മാല സ്വർണം തന്നെ, ആ സ്വർണം ഉള്ളതാണ്. നമ്മൾ എങ്ങനെ കാണുന്നു, നമ്മുടെ വ്യൂ പോയിന്റ്, അതിനനുസരിച്ചാണ് വേദാന്ത വാക്യങ്ങൾ. അതായത് ആ ഋഷി പരസ്പര വിരുദ്ധങ്ങളെന്ന് പ്രഥമ ദൃഷ്ടിയാ തോന്നുമെങ്കിലും
ഏതർത്ഥത്തിലാണ് ഋഷി പറയുന്നത്? ജഗത്ത് മിഥ്യയാണെന്ന് ഒരു ഋഷി പറയുന്നു, വേറൊരു ഋഷി പറയുന്നു എല്ലാം ഉള്ളതാണെന്ന്. അപ്പോൾ എന്താണ് നമ്മൾ സാധാരണക്കാർ, അജ്ഞാനികളായ മനുഷ്യർ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ രണ്ടുപേരും പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നു എന്നാണോ? അല്ല, രണ്ടുപേർ പറയുന്നതും ശരിയാണ്. അവരവരുടെ വീക്ഷണകോണിൽ അവരവരുടെ പ്രസ്താവന ശരിയാണ്. നമുക്ക് ഈ പരസ്പര വിരുദ്ധം എന്ന് തോന്നുന്ന പ്രസ്താവനകളെ പൊരുത്തപ്പെടുത്താൻ കഴിയുന്നില്ല. അവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്. എല്ലാം ഒന്ന് തന്നെ എന്ന് പറയുന്നതും അതല്ലാതെ ഒന്നുമില്ല, ബ്രഹ്മമല്ലാതെ ഒന്നുമില്ല എന്ന് പറയുന്നതും ഒരേ കാര്യത്തെ തന്നെയാണ്. ഇവയെ നമുക്ക് സമഞ്ജസമായി ഈ രണ്ട് പ്രസ്താവനകളുടെയും അർത്ഥത്തെ യോജിപ്പിക്കാൻ കഴിഞ്ഞാൽ കാര്യം മനസ്സിലായി എന്നർത്ഥം. ഇല്ലെങ്കിൽ കാര്യം മനസ്സിലായിട്ടില്ല. രാമ, എല്ലാം ആ സർവാത്മാവിൽ ഉണ്ട്. പശ്യ, നീ കാണൂ, മായാവിജൃംഭിതം. എല്ലാം എന്നുള്ളത് മായയുടെ പ്രവർത്തനം കൊണ്ട് സംഭവിക്കുന്നതാണ്. വാസ്തവത്തിൽ എല്ലാമായി തീരുന്നത് അല്ലെങ്കിൽ കാണപ്പെടുന്നത് ഒന്നായിരിക്കുന്ന ആത്മാവാണ്. ഒന്നെങ്ങനെയാ പലതായി മാറുന്നത്? ഒന്ന് പലതാവാൻ പറ്റില്ല, പലത് ഒന്നാവാനും പറ്റില്ല. പക്ഷേ ഒന്നായിരിക്കുന്ന ബ്രഹ്മം എങ്ങനെ നാനാത്വം നിറഞ്ഞ പ്രപഞ്ചമായി കാണപ്പെടുന്നു എന്ന് ചോദിച്ചാൽ മായയിലൂടെ. നാമരൂപങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നവന് പലതുണ്ടെന്ന് തോന്നും. അധിഷ്ഠാന സത്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കുന്നവന് നാമരൂപങ്ങൾ അപ്രസക്തങ്ങളായിത്തീരും. ഒരേ ആത്മാവാണ് ഈ നാമരൂപങ്ങളായി പ്രകടമാകുന്നത് എന്ന് അദ്ദേഹത്തിന് കാണാൻ കഴിയും. അയാളുടെ ദൃഷ്ടിയിൽ ദ്വൈതമില്ല. അദ്വൈതിക്ക് ദ്വൈത അനുഭവമില്ല, ദ്വൈതിക്ക് അദ്വൈതാനുഭവമില്ല. ഇവർ രണ്ടുപേരും രണ്ട് തട്ടിലാണ്, രണ്ട് വ്യത്യസ്ത നിലകളിലാണ് ഇവരുടെ സ്ഥിതി. അപ്പോൾ എല്ലാ തത്വദർശികളും ഒരേ ആത്മതത്വത്തെയാണ് വിവരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ആശയക്കുഴപ്പമില്ല. ഇതെല്ലാം മായയുടെ വിജൃംഭണമാണ് രാമ. അജാതം അനിരുദ്ധം ച യഥാസ്ഥിതം അവസ്ഥിതം. ഉള്ളതെന്താണെന്ന് പറയാം. ഉള്ളത് ജനിച്ചിട്ടേയില്ല. ജനിച്ചത് കുറച്ചു കാലം നിലനിന്നിട്ട് അപ്രത്യക്ഷമാവും. അതുകൊണ്ട് ഇടയ്ക്ക് ഉള്ളതുപോലെ തോന്നിയാലും അതില്ലാത്തത് തന്നെ. ഇതാണ് ഗൗഡപാദരുടെ കാഴ്ചപ്പാട്. ആദാ വന്ദേച എന്നാസ്തി വർത്തമാനേപി തത്തഥാ. ദാറ്റ് വിച്ച് ഈസ് നോട്ട് ഇൻ ദ ബിഗിനിങ് ആസ് വെൽ ആസ് നോട്ട് ഇൻ ദ എൻഡ്, ഈവൻ ദോ ഇറ്റ് ഈസ് സീൻ ഇൻ ദ മിഡിൽ ആസ് എക്സിസ്റ്റന്റ്, ഇറ്റ് ഈസ് നോൺ എക്സിസ്റ്റന്റ് ഓൺലി. ആദിയിലും അന്തത്തിലും ഏതില്ലയോ ഇടയ്ക്ക് ഉള്ളതുപോലെ കാണപ്പെടുന്നുണ്ടെങ്കിൽ പോലും അതില്ലാത്തതാണെന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. ഉള്ളത് ആദിയിലും ഉണ്ടാവും, മധ്യത്തിലും ഉണ്ടാവും, അന്തത്തിലും ഉണ്ടാവും. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഉള്ളതിന് ആദി മധ്യാന്തങ്ങളില്ല. ഉള്ളത് എന്നും ഉള്ളതായിരിക്കും. ഇല്ലാത്തത് അനുഭവിക്കപ്പെട്ടാൽ പോലും ഇല്ലാത്തത് തന്നെ. ഈ പ്രപഞ്ചം ഉണ്ടെന്ന് ശതകോടി മനുഷ്യർ, അല്ലെങ്കിൽ ശതകോടിയേ ഉള്ളൂ, സഹസ്രകോടിയില്ല, 700 കോടി എങ്ങാണ്ടല്ലേ ഉള്ളൂ, ശതകോടി മനുഷ്യർ, കോടിക്കണക്കിന് ജീവജാലങ്ങൾ ഉള്ളതുപോലെ ഈ പ്രപഞ്ചത്തെ അനുഭവിച്ചാലും ഇതില്ലാത്തതാണ് എന്നാണ് ജ്ഞാനിയുടെ തീരുമാനം. ഇതില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് മോഹമില്ല. മോഹമില്ലാത്തവന് ശോകമില്ല. ശോകമില്ലെങ്കിൽ എപ്പോഴും ആനന്ദം മാത്രം. മോഹമാണ് പരിത്യജിക്കപ്പെടേണ്ടത്. മോഹത്തെയാണ് നശിപ്പിക്കേണ്ടത്. എന്താണ് മോഹം? ബ്രഹ്മമല്ലാത്ത പലതും ഇവിടെയുണ്ട്. ഇതാണ് മോഹം. എല്ലാം ബ്രഹ്മമാണ് എന്ന് കാണാൻ കഴിഞ്ഞാൽ പിന്നെ മോഹമില്ല. തസ്യ കോ മോഹഃ
കശോകഃ ഏകത്വമനുപശ്യതഃ എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. അവനെന്ത് മോഹം, അവനെന്ത് ശോകം, ഏകത്വദൃക്കിന്, എല്ലാറ്റിലും ഏകത്വത്തെ, ഒന്നായിരിക്കുന്ന ആത്മതത്വത്തെ മാത്രം കാണുന്ന ജ്ഞാനിക്ക് എന്തു മോഹം, മോഹമില്ലാത്തത് കൊണ്ട് എന്തു ശോകം. അതുകൊണ്ട് മോഹത്തെ പരിത്യജിക്കുക. മോഹം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ, ഒന്നിനെ പലതായി കാണുക, അല്ലെങ്കിൽ പലതിനെ സത്യമെന്ന് കാണുക, അതാണ് തെറ്റിദ്ധാരണ. അത് നീങ്ങണം. എല്ലാം ഒന്നായിട്ട്, എല്ലാറ്റിനെയും ഒന്നായി കാണാൻ കഴിയണം. ഉള്ളത് രാമ, ജനിക്കാത്തതാണ്, അജാതം, ജനിക്കാത്തതാണ് വാസ്തവത്തിലുള്ളത്. ജനിച്ചത് ഉള്ളതല്ല, പ്രപഞ്ചം ജനിച്ചതാണ്, അതുകൊണ്ട് അതുള്ളതല്ല. ജനിക്കാത്തത് ആത്മാവ് മാത്രമാണ്, അതുകൊണ്ട് അത് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഉള്ളതിനെ അറിയുന്നില്ല, ഇല്ലാത്തതിനെ മാത്രം അറിയുന്നു. ഇതാണ് മോഹം. മിഥ്യയെ സത്യമെന്ന് കരുതുന്നു, പലത് ഉള്ളതാണെന്ന് കരുതുന്നു. ആ നില നഷ്ടമാകണം. അജാതം, ജനിക്കാത്തതാണ് ഈ ആത്മാവ്. അനിരുദ്ധം ച, നിരോധിക്കാൻ പറ്റാത്തത്, പ്രതിരോധിക്കാൻ പറ്റാത്തതാണ് ഈ ആത്മാവ്. അത് പ്രപഞ്ചമായി മാറുന്നതിനെ ആർക്കും തടസ്സപ്പെടുത്താൻ കഴിയില്ല. ഏത് കൊലകൊമ്പനോ ഏത് ഗംഭീരനോ ആയിക്കോട്ടെ, ഈ മായയെ ആത്മാവിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ ആർക്കും സാധ്യമല്ല. ഈ മായ ആത്മാവിൻ്റെ അഭിന്നമായ ശക്തിയാണ്. ആ മായ എന്നും ഈ ആത്മാവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അനന്തകോടി നാമരൂപങ്ങൾ പൊന്തി മറയും, എന്നാലും ആത്മാവിന് ഒരു കുഴപ്പവുമില്ല. സമുദ്രത്തിൻ്റെ സവിശേഷതയാണ് അലകൾ ഉയരുക എന്നുള്ളത്. അലയില്ലാത്ത കടലിനെ നിങ്ങൾക്ക് ഭാവന ചെയ്യാൻ പറ്റുമോ? അലകൾ ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ, അത് കരയിലേക്ക് അടിച്ചു കയറുമ്പോൾ, കുട്ടികളും വലിയവരുമൊക്കെ എത്ര സന്തോഷിക്കുന്നു, എത്രമാത്രം സന്തോഷിക്കുന്നു. കടലിൽ കാല് നനയ്ക്കാൻ പോകുന്നവരല്ലേ നമ്മൾ. അലയില്ല, കുളത്തിലെ വെള്ളം പോലെ, അല്ലെങ്കിൽ കായലിലെ വെള്ളം പോലെ അനങ്ങാതെ ഇരിക്കുന്ന ഒരു കടൽ. ആർക്ക് വേണം ആ കടലിനെ? പ്രപഞ്ചമായി പ്രകടമാകാത്ത ആത്മാവിനെ ആത്മാവെന്ന് പറയാൻ പറ്റില്ല. ആത്മാവിൻ്റെ അത്ഭുതകരമായ പ്രകടനമാണ് ഈ പ്രപഞ്ചം. അനന്തകോടി നാമരൂപങ്ങൾ അതിൽ നിന്ന് ഉണ്ടാവുന്നത് പോലെ തോന്നുന്നു, പക്ഷെ അത് തോന്നലാണെന്ന് മനസ്സിലാക്കണം. ആ നാമരൂപങ്ങളെ സത്യമെന്ന് കരുതിയാൽ നിങ്ങൾ കുടുങ്ങും, ഉറപ്പാണ്, കുടുങ്ങിപ്പോകും. അത് ഏത് നാമരൂപമായാലും ശരി, ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ കുഞ്ഞുങ്ങളുടെയോ സുഹൃത്തുക്കളുടെയോ, എന്തിന്, തനിക്ക് ആത്മതത്വം ഉപദേശിച്ചു തന്ന ഗുരുനാഥനെ പോലും രൂപമാണെന്ന് കരുതിയാൽ നിങ്ങൾ കുടുങ്ങും, ഒരു സംശയമില്ല. ആ ഗുരുവിൻ്റെ ശരീരം ശാന്തി കവാടത്തിൽ കത്തിച്ചാമ്പലാകുമ്പോൾ കണ്ണീർ പൊഴിക്കേണ്ടി വരും നിങ്ങൾക്ക്. ബാലകൃഷ്ണ സാറിൻ്റെ ശരീരം കത്തിയപ്പോൾ കരഞ്ഞ ഒരുപാട് പേരുണ്ട്, പൊട്ടിക്കരഞ്ഞവരുണ്ട്. ഞാൻ പോയില്ല, പറഞ്ഞു കേട്ടതാണ്. ഇല്ല, പോയി, പക്ഷേ ഈ കരഞ്ഞവരുടെ കരച്ചിൽ കണ്ടില്ല, അത്രയേ ഉള്ളൂ. കൊച്ചു കുട്ടിയെപ്പോലെ വിങ്ങി വിങ്ങി പൊട്ടിയവരുണ്ട്, ഏങ്ങലടിച്ച് കരഞ്ഞവരുണ്ട്. എന്തിനാന്ന് ചോദിച്ചാൽ ദുഃഖം. എൻ്റെ ഗുരുനാഥൻ എന്നെ വിട്ടു പോയി, എൻ്റെ ഭാര്യ പോയി, അച്ഛൻ പോയി, അമ്മ പോയി എന്നൊക്കെ പറയുന്നത് പോലെ എനിക്ക് ആത്മതത്വം ഉപദേശിച്ചു തന്ന എൻ്റെ ഗുരുനാഥൻ എന്നെ വിട്ടകന്നു. ഇനി എനിക്ക് ആരുണ്ട്? എൻ്റെ സംശയം തീർക്കാൻ ആരുണ്ട്? അവിടെയും സ്വാർത്ഥതയാണ്. കത്തിക്കരിഞ്ഞ ഗുരുനാഥനോടല്ല അവർക്ക് കാരുണ്യം. താൻ ഇനി ആരോട് ചെന്ന് സംശയം തീർക്കും? താൻ ആരോട് സംശയം ചോദിക്കും? എങ്ങനെ സംശയം നിവൃത്തി വരുത്തും? ഇതാണ് ദുഃഖത്തിൻ്റെ കാരണം. ദുഃഖിക്കുന്നവൻ സ്വാർത്ഥനായിരിക്കും, സ്വാർത്ഥതയില്ലാത്തവൻ ദുഃഖിക്കുകയില്ല. സ്വാർത്ഥതയുടെ കറ പുരളാത്ത മനസ്സ്, സ്വാർത്ഥതയുടെ കറ പുരളാത്ത മനസ്സാണ് ബ്രഹ്മം. ബ്രഹ്മമായി മാറിയ ജ്ഞാനിക്ക് ദുഃഖം ഉണ്ടാവില്ല. അപ്പോൾ ജ്ഞാനിയുടെ ശരീരം നഷ്ടമാകുമ്പോൾ, അത് കത്തിക്കരിയുമ്പോൾ ഒരാൾ ദുഃഖിക്കുന്നു എന്ന് പറഞ്ഞാൽ
ആ ജ്ഞാനിയുടെ ഉപദേശം അദ്ദേഹം വേണ്ടവണ്ണം ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് ആ പ്രവൃത്തിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേണ്ടവണ്ണം മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ ശരീരമല്ല എന്ന് എത്ര പ്രാവശ്യം ഉപദേശിച്ചിട്ടുണ്ടാവും ആ മഹാത്മാവ്. അതിന് അല്പം പോലും ഉൾക്കൊള്ളാനുള്ള പാകത ഇയാൾ നേടിയിട്ടില്ല. ആ രൂപത്തെ, ആ ശരീരത്തെ, ആ മജ്ജയും മാംസവും രക്തവും എല്ലുകളും നിറഞ്ഞ ആ ശരീരത്തെ സത്യം എന്ന് കരുതി ഗുരുവിനോട് ഉണ്ടായിരുന്നു. അതിനെയൊന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ അടിസ്ഥാനപരമായി അദ്ദേഹത്തിന് പിഴവ് പറ്റി. ആ ശരീരം, ആ ഫിസിക്കൽ ഫ്രെയിം വർക്ക്, അതിനെ സത്യമാണെന്ന് കരുതി. ആ ശരീരം വാസ്തവമല്ല, ഞാൻ ശരീരമല്ല എന്ന് ഒരു ജ്ഞാനി അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ വിളിച്ചു പറഞ്ഞാലും ആൾക്കാരുടെ ഭ്രമം നീങ്ങുന്നില്ല. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ബാലകൃഷ്ണ സാറ് പറഞ്ഞു, നിങ്ങളിവിടെ വരുന്നതിൽ വിരോധമൊന്നുമില്ല, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വരൂ, ചോദിക്കൂ. ചുമ്മാ സാറിനെ കാണാൻ വന്നു, സാറിൻ്റെ ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കാൻ വന്നു. ഈ പരിപാടിയൊന്നും വേണ്ട. ഈ ചീഞ്ഞ് നശിക്കാറായ വയസ്സായ ഒരു വൃദ്ധൻ്റെ ശരീരമാണ്. ഈ നശിക്കാറായ, നാശത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന ഈ ശരീരത്തെ വന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാൻ? ഇതിനെ വന്ന് കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് വിശേഷിച്ചൊന്നും കിട്ടാനില്ല. ഞാൻ പറയുന്നത് എന്തെങ്കിലും കേട്ട് അത് ഉൾക്കൊള്ളുന്നുണ്ടോ, ജീവിതത്തിൽ പകർത്താൻ പറ്റുന്നുണ്ടോ, അത് മാത്രമേ നിങ്ങൾക്ക് ഉപകരിക്കൂ. അല്ലാതെ ചുമ്മാ സാറിനെ കണ്ടു, സാറിൻ്റെ പാദങ്ങളിൽ പ്രണമിച്ചു. അതുകൊണ്ടെന്താ? ഒരിക്കൽ സാറിൻ്റെ പാദങ്ങളിൽ ഞാൻ പ്രണമിച്ചപ്പോൾ പാദങ്ങളിൽ നല്ല നീരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറിൻ്റെ കാലിൽ നല്ല നീരുണ്ടല്ലോ. സാറ് ഏതോ ഒരു തലത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നതുപോലെ എന്നോട് പറഞ്ഞു, കാലോ നീരോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കാലുണ്ട്, നീരുണ്ട് എന്നുള്ള അനുഭവമൊന്നുമില്ല. ദേഹത്തെ മറന്ന സ്ഥിതിയിലാണ്. നമുക്കത് മനസ്സിലാവാൻ പറ്റില്ല. പക്ഷെ അത് ഞാൻ പ്രത്യക്ഷമായി കണ്ടു, നേരിട്ട് അനുഭവിച്ചതാണ്. സാറിൻ്റെ കാലിൽ നല്ല നീരുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ, അതായത് ഇങ്ങനെ ഒരു ശരീരം ഉണ്ടെന്നോ, ആ ശരീരത്തിൽ കാലുണ്ടെന്നോ, ആ കാലിൽ നീരുണ്ടെന്നോ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടേ ഇല്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിചാരമേ ഇല്ല. ഇങ്ങനെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നത് പോലെ, കാലോ നീരോ, ഇങ്ങനെയാണ് ചോദിച്ചത്. നിങ്ങൾ ഈ വേദാന്തം കേൾക്കുന്നതിനേക്കാളും ഒരു ജ്ഞാനിയുടെ സമീപത്ത് ഒരു 5 മിനിറ്റ് ഇരിക്കൂ, നല്ലതുപോലെ മനസ്സിലാവും ആത്മാവെന്താണെന്ന്. പുസ്തകങ്ങളിങ്ങനെ വായിച്ചു കൂട്ടുന്നത് കൊണ്ട് ഒരു കാര്യമില്ല കൂട്ടരെ. വ്യാഖ്യാനങ്ങൾ, ബ്രഹ്മസൂത്ര വ്യാഖ്യാനം, വാസിഷ്ഠ സുധ അല്ലെങ്കിൽ ഭഗവത്ഗീതയുടെ വ്യാഖ്യാനം, മഹാന്മാരുടെ ഉപദേശ മഞ്ജരി, ഇതെല്ലാം വായിക്കുന്നതിനേക്കാളും ഫലം ചെയ്യും ഒരു ജ്ഞാനിയുടെ സമീപത്തിൽ 5 മിനിറ്റ് കഴിയാൻ നമുക്ക് പറ്റിയാൽ. കാരണം അനുഭവമാണ്. പ്രത്യക്ഷമായി നേരിട്ട് ആത്മാവിനെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിൽ ഇരിക്കാൻ ഭാഗ്യം ലഭിച്ചവർ തീർച്ചയായും പുണ്യശാലികൾ, ഒരു സംശയവുമില്ല. ഭാഗ്യം ലഭിക്കാത്തവർ പാപികളെന്നല്ല ഞാൻ പറയുന്നത്. സാറ് എന്നോട് ദേഷ്യപ്പെടണ്ട. നേരിട്ട് കാണാൻ കഴിയാത്തവർ ഭാഗ്യം ചെയ്യാത്തവരാണ്, അവർ പാപികളാണെന്ന് പറയുന്നില്ല. നേരിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ വായിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് ജീവിത ധന്യത നേടിത്തരും. നേരിട്ട് ചെന്ന് എന്തിനാണ് കാണുന്നത്? ഒരു രൂപം, അതിപ്പോൾ പടത്തിലോ വീഡിയോയിലോ ഫോട്ടോയിലോ ഒക്കെ കണ്ടാൽ പോരെ. അതുപോലെ തന്നെയല്ലേ നേരിട്ട് ചെന്ന് കാണുക. പക്ഷേ നേരിട്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഇരിക്കുമ്പോഴുള്ള ആ ഒരു അനുഭവം അത് തികച്ചും വ്യത്യസ്തമാണ്, അതിൽ സംശയമൊന്നുമില്ല. ആ സാന്നിധ്യത്തിൽ ഇരിക്കാൻ കഴിയുക എന്നുള്ളത് തീർച്ചയായും ഒരു ഭാഗ്യം തന്നെയാണ്. പക്ഷെ അങ്ങനെ ഇല്ലെങ്കിലും അവരുടെ ഉപദേശങ്ങൾ വായിക്കാനോ കേൾക്കാനോ ഒക്കെ കഴിയുക എന്ന് പറഞ്ഞാൽ അതും ഭാഗ്യം തന്നെയാണ്. അജാതമനിരുദ്ധം ച യഥാസ്ഥിതം അവസ്ഥിതം
ആത്മാവ് എങ്ങനെയാണോ അത് ഉള്ളത് അങ്ങനെ തന്നെ അത് തുടർന്ന് നിലനിൽക്കുന്നു. അതിൻ്റെ സ്വഭാവത്തിന് മാറ്റം സംഭവിക്കുന്നില്ല. അത് ജനിക്കാത്തതാണ്. അതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ നിരോധിക്കാൻ ആർക്കും സാധ്യമല്ല. അനിരുദ്ധം, അനഷ്ടം. തടയുക എന്നുള്ള ഒരർത്ഥമുണ്ട്. തടയപ്പെടാത്തത്, അതാണ് അനിരുദ്ധം. അനഷ്ടം, അനഷ്ടം എന്ന് പറഞ്ഞാൽ നശിക്കാത്തത്. ഒന്നിൻ്റെ ഉണ്മയെ പ്രതിരോധിക്കുന്നതിനെയാണ് അത് നശിക്കുന്നു എന്ന് പറയുന്നത്. അതിൻ്റെ ഉണ്മ അപകടത്തിലാവുന്നു എന്ന് പറഞ്ഞാൽ അതില്ലാതാവുന്നു എന്നർത്ഥം. ഉണ്മയ്ക്ക് തടസ്സം സൃഷ്ടിക്കാൻ സാധ്യമല്ല. ആത്മാവിൻ്റെ ഉണ്മയെ നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. അത് എന്നും ഉള്ളതായി തന്നെ സ്ഥിതി ചെയ്യും. അതിന് നാശമില്ല എന്നർത്ഥം. വിജ്ഞാനഘനമേവേദം അതയേവ ജഗത്രയം നഭസ്ത്വമത്യജംശ്ചൈവ സർവാത്മൈവ നഭസ്ഥിതം. വിജ്ഞാനഘനമാണ് ആത്മാവ്. ഘനം എന്ന് പറഞ്ഞാൽ സാന്ദ്രം, നിബിഡം, ഇടതൂർന്നത് എന്നാണ് അർത്ഥം. ഘനം, ഭാരമുള്ളത് എന്ന് നമ്മൾ പറയുമെങ്കിലും ഇടതൂർന്നത്, സാന്ദ്രമായത്, ഇടവെളി ഇല്ലാത്തത്, അതാണ് ഘനം. അറിവ് ഘനീഭവിച്ചതാണ് ആത്മാവിൻ്റെ സ്വരൂപം. ഘനീഭവിച്ച അറിവാണ് ആത്മാവ്. ഘനീഭവിച്ച അറിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ് എങ്ങനെ ഐസ് പോലെ ഇങ്ങനെ കട്ടിയാവുമോ സാന്ദ്രമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അറിവ് ഘനീഭവിക്കുക എന്ന് പറഞ്ഞാൽ ആ അറിവിൽ മറ്റൊന്നും പ്രവേശിക്കില്ല. വേറൊന്നിന് പ്രവേശിക്കാൻ പറ്റാതെ ഇരിക്കുമ്പോഴാണല്ലോ ഒന്നിനെ സാന്ദ്രം, ഘനം എന്നൊക്കെ പറയുന്നത്. അതായത് ദ്വൈതത്തിൻ്റെ അനുഭവം വിട്ടുമാറിയ സ്ഥിതി. മറ്റൊന്നിന് ഈ ആത്മാവിൽ പ്രവേശിക്കാൻ പറ്റില്ല. മറ്റൊന്ന് അനുഭവപ്പെടാത്ത നില, അതാണ് ആത്മാവ്. വിജ്ഞാനഘനമേവേദം, ഈ ആത്മാവ് വിജ്ഞാനഘനം തന്നെയാണ്. അതയേവ ജഗത്രയം, ആ ആത്മാവിൽ വെറുതെ ഉണ്ടെന്ന് തോന്നുന്നതാണ് ജഗത്രയങ്ങൾ, 3 ലോകങ്ങളും. ഭൂമി, സ്വർഗം, പാതാളം. ബാലകൃഷ്ണ സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ, മില്യൺസ് ഓഫ് സോളാർ സിസ്റ്റംസ് ഓർ മിൽക്കി വേസ്, ഗാലക്സീസ്. ഈ എല്ലാം അത് തന്നെ. ഇവിടെ ഒരു സോളാറും ഇല്ല, ഒരു സിസ്റ്റവും ഇല്ല. സോളാർ അഴിമതി വേണമെങ്കിലും ഉണ്ട്, അത്ര. അതൊക്കെ മാഞ്ഞു പോയി, പൊലിഞ്ഞു പോയി, അഡ്രസ്സേ ഇല്ല. ആര് എവിടെയുണ്ട്, എത്ര പേര് ജയിലിൽ കിടക്കുന്നു, എത്ര പേര് പുറത്തിറങ്ങി, എത്ര പേര് ജാമ്യത്തിലിറങ്ങി, ഒന്നും അറിയത്തില്ല. പുതിയ പുതിയ കാഴ്ചകൾ വരുമ്പോൾ പഴയതിനെ മനുഷ്യർ മറന്നുപോകും. ഇതാണ് മായ. ഹണി റോസിൻ്റെ ന്യൂസ് വന്നപ്പോൾ സ്വപ്ന സുരേഷിനെ മറന്നു, അല്ലേ? ഇതാണ് ലോകം. പുതിയ പുതിയ സംഭവങ്ങൾ, അതിലാണ് മനുഷ്യർക്ക് താല്പര്യം. അത് പഴയ വാർത്ത, പഴയ ന്യൂസ്, പഴഞ്ചോറ് പോലെ. പഴഞ്ചോറ്, നമുക്ക് പുതിയ ന്യൂസ്, ചൂടുള്ള വാർത്ത, ബ്രേക്കിംഗ് ന്യൂസ്. പഴയ പത്രം വായിക്കാറുണ്ട്? 10 വർഷത്തിന് മുമ്പുള്ള പത്രം ആരെങ്കിലും എടുത്ത് വായിക്കാറുണ്ടോ? എന്തെങ്കിലും കാര്യത്തിന് ഈ റിസർച്ചും മറ്റുമൊക്കെ ചെയ്യുന്നവർ വേണമെങ്കിൽ ആ പഴയ പത്രങ്ങളെടുത്ത് മറിച്ച് നോക്കും. മറ്റുള്ളവർക്ക് ലേറ്റസ്റ്റ് ഇന്നത്തെ പത്രമുണ്ടോ, ഇന്നത്തെ വാർത്ത, ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. ഇങ്ങനെയാണല്ലോ പത്രക്കാർ പത്രം വിൽക്കുന്നത്. ചൂടായിട്ടൊന്നുമില്ല ഇവിടെ, എല്ലാം തണുത്തതേ ഉള്ളൂ. ആറി തണുത്തതെന്ന് പറഞ്ഞാൽ ശാന്തശീതളമായ ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്നർത്ഥം. ആറിയതെന്ന് പറഞ്ഞാൽ ചൂടില്ലല്ലോ അതിനകത്ത്. ശീതളം എന്ന് പറഞ്ഞാലും തണുത്തത് എന്നാണല്ലോ അർത്ഥം. അന്തശീതളത സ്വരൂപമായിട്ടുള്ള ആറിത്തണുത്ത എന്നാൽ നവമായി വർത്തിക്കുന്ന ആത്മതത്വം മാത്രമേ ഇവിടെ യഥാർത്ഥത്തിലുള്ളൂ. പുതിയ വാർത്തകളുമില്ല, പുതിയ സംഭവങ്ങളുമില്ല, പുതിയ വസ്തുക്കളുമില്ല, പുതിയ വ്യക്തികളുമില്ല. വെറും മായയുടെ ഒരു കളി മാത്രമാണ് ഈ പ്രപഞ്ചം.
ആ പ്രപഞ്ചത്തെ ആത്മാവായി കാണാൻ കഴിഞ്ഞാൽ അതാണ് ശരിയായ വീക്ഷണം. അതയേവ ജഗത്രയം, ത്രിഭുവനങ്ങളായി പ്രകാശിക്കുന്നത് ആത്മതത്വമാണ്. നഭസ്ത്വം അത്യജം ശൈവ, ആകാശം അല്ലെങ്കിൽ വ്യാപകത എന്നുള്ള അല്ലെങ്കിൽ മറ്റൊന്നിനെയും ഉള്ളിൽ വച്ചു പൊറുപ്പിക്കാത്ത സ്വഭാവമാണ് ഈ ആത്മാവിനുള്ളത്. ആ ഭാവത്തെ ത്യജിക്കാതെ തന്നെ ഇതെല്ലാമായി തീർന്നിരിക്കുന്നു. ഇതെങ്ങനെ? തൻ്റെ ഉള്ളിൽ മറ്റൊന്നിനെയും അനുവദിക്കാത്തതും താൻ തന്നെ മറ്റൊന്നുമായി മാറാത്തതും. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒന്നെങ്ങനെ പലതായി? പലതായിട്ടില്ല. പലതായതുപോലെ തോന്നി. തോന്നിയതാർക്ക്? ആത്മാവിനല്ല, അജ്ഞാനികളായ ജീവന്മാർക്കാണത് തോന്നിയത്. ജീവനാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ആത്മാവ് എങ്ങനെ പലതായി? ആത്മാവിൽ നിന്ന് എങ്ങനെ പ്രപഞ്ചം ആവിർഭവിച്ചു? ഒന്നും ആവിർഭവിച്ചിട്ടില്ല. അത് തന്നെ ഇത്, അവൻ തന്നെ ഇവൻ എന്ന് പറയില്ലേ? പരമാത്മാവ് കെട്ടിയ ഫാൻസി ഡ്രസ്സാണ് പ്രപഞ്ചം, ഞാനും നിങ്ങളും എല്ലാം. വേഷം മാറി എന്ന് പറഞ്ഞ് നടൻ മാറി എന്നർത്ഥമുണ്ടോ? ഒരേ നടൻ പല വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ എന്താ വിരോധം? ഒരേ സമയത്ത് അനന്തകോടി രൂപങ്ങളിൽ പ്രകടമാകാൻ കഴിവുള്ള നടനാണ് പരമാത്മാവ്. അദ്ദേഹം ഒരുവൻ മാത്രമാണ്, ഒറ്റയാളാണ്. വൺ മാൻ ഷോ ആണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അദ്ദേഹമല്ലാതെ മറ്റൊന്നുമില്ല. ദൃശ്യമായിട്ടും ദ്രഷ്ടാവായിട്ടും കാണപ്പെടുന്നത് ഒരേ പരമാത്മാവാണ്. ഈ സത്യം തിരിച്ചറിഞ്ഞാൽ ദുഃഖിക്കാതെ കഴിയാം, അല്ലെങ്കിൽ പിടഞ്ഞ് മരിക്കാം. എന്ത് വേണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോ. ഞങ്ങൾക്കിതൊന്നും വേണ്ട. അധ്യാത്മശാസ്ത്രം അതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് സത്യത്തെ നിങ്ങൾക്ക് നിഷേധിക്കാൻ അവകാശമുണ്ടോ? നിങ്ങൾ 21 210-ാം നൂറ്റാണ്ടിൽ ജീവിച്ചാലും സത്യം സത്യമല്ലാതാവുന്നില്ലല്ലോ. സത്യത്തെ നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മായയിലാണ്, മിഥ്യയിലാണ്, കള്ളത്തിലാണ് ജീവിക്കുന്നത്. കള്ളത്തിൽ ജനിച്ച് കള്ളത്തിൽ മരിച്ച് കള്ളത്തിൽ ജീവിക്കുന്നവൻ കള്ളനല്ലാതെ മറ്റാരാണ്? അവനൊരിക്കലും സത്യാനുഭവം നേടാൻ പറ്റില്ല. ഋഷികളുടെ വാക്കുകളെ വിശ്വസിക്കുക തന്നെ ചെയ്യണം. നമുക്ക് അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ഒരുപക്ഷെ പറ്റിയെന്ന് വരില്ല. പക്ഷെ അതാണ് സത്യം. എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ അനുഭവ മണ്ഡലത്തിലില്ല എന്നുള്ളത് കൊണ്ട് മാത്രം സത്യത്തെ കള്ളം എന്ന് കരുതുന്നത് അറിവിൻ്റെ ലക്ഷണമാണോ? നമുക്കറിയാത്ത എത്ര കാര്യങ്ങളുണ്ട്, അതൊക്കെ ഇല്ലയെന്ന് പറയുമോ? ആകാശത്തിൽ ഭൂമിയെ, ശൂന്യാകാശത്തിൽ ഭൂമിയെ ചുറ്റുന്ന എത്രയോ പേടകങ്ങളുണ്ട്. ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളുണ്ട്. അമേരിക്ക, റഷ്യ മുതലായ രാജ്യങ്ങൾ വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളുമുണ്ട്. അതിൽ എത്ര എണ്ണം നമ്മൾ കണ്ടിട്ടുണ്ട്? നമ്മൾ കാണാത്തതുകൊണ്ട് അതൊന്നും ഇല്ല എന്ന് പറയുമോ? ഇതുപോലെ തന്നെയാണ് ആത്മാവിനെ ഇല്ല എന്ന് പറയുന്നത്. ഇല്ല എന്ന് പറയുന്നവൻ്റെ അന്തരാത്മാവായി ഈ ആത്മാവ് സ്ഥിതി ചെയ്യുന്നു. അതുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ആത്മാവിനെ പോലും നിഷേധിക്കാൻ പറ്റുന്നത്. ആ സത്യം തിരിച്ചറിയും. ഒന്നിനെ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ ആത്മാവിന് മാത്രമേ പറ്റൂ. ആത്മാവല്ലാത്തത് ജഡമായിരിക്കും. ജഡം ഉണ്ടെന്നോ ഇല്ലെന്നോ അനുഭവിക്കില്ല, പറയില്ല, സാക്ഷ്യപ്പെടുത്തില്ല. ആത്മാവായിരിക്കുന്ന താൻ തന്നെ ആത്മാവില്ല എന്ന് പറഞ്ഞാൽ അതാണ് അജ്ഞാനത്തിൻ്റെ പരമകാഷ്ഠ. ഇല്ലാന്ന് ഏതുള്ളത് കൊണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റുന്നുവോ? ഏതുള്ളത് കൊണ്ട് ഒന്നുണ്ട് എന്നും പറയാൻ പറ്റുന്നുവോ? ഏതുള്ളത് കൊണ്ട് ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ പറ്റാതെ സംശയിക്കുന്നുവോ? ആ ഒന്നിനെ ഇല്ല എന്ന് ആർക്ക് പറയാൻ പറ്റും? എല്ലാം അതിനെ ആശ്രയിച്ച് നിൽക്കുന്നു. ഉണ്മയുടെ അനുഭവവും ഇല്ലായ്മയുടെ അനുഭവവും സംശയങ്ങളുടെ അധിഷ്ഠാനവും ഈ ആത്മാവ് തന്നെയാണ്. അതെന്താണെന്ന് പിടികിട്ടാത്തത് കൊണ്ടാണ് അതിനെ മനുഷ്യർ നിഷേധിക്കുന്നത്. ഈശ്വര നിഷേധം അറിവില്ലായ്മയിൽ നിന്ന് പൊന്തുന്നതാണ്. അറിവുള്ളവർ
ഈശ്വരനെയോ പരമാത്മാവിനെയോ ഒരിക്കലും നിന്ദിക്കില്ല, നിഷേധിക്കില്ല. അജ്ഞതയാണ് ഇതിനെല്ലാം കാരണം. നഭസ്ത്വം അത്യജം ശൈവ സർവാത്മൈവ നഭസ്ഥിതം. നഭസ്ത്വം എന്ന് പറഞ്ഞാൽ എങ്ങും വ്യാപിച്ചിരിക്കുന്ന അതിസൂക്ഷ്മമായ സ്ഥിതി. ആ അവസ്ഥയെ ത്യജിക്കാതെ തന്നെ ഈ പരമാത്മാവ് ആകാശം എന്ന പോലെ പ്രകടമാകുന്നു. ആ ആകാശത്തിലാണ് മറ്റുള്ളവയെല്ലാം പ്രകടമാകുന്നത്. എല്ലാ ഗോളങ്ങളും സകല ജീവജാലങ്ങളും അന്തരീക്ഷത്തിലാണ്, ശൂന്യാകാശത്തിലാണ്. സാറടിക്ക് തമാശയായിട്ട് പറഞ്ഞു, ഈ പ്രപഞ്ചം സത്യമാണ് എന്നാണ് എല്ലാവരും വിചാരിച്ചു കഴിയുന്നത്. ഇത് വാസ്തവമാണ്. വേദാന്തം പറയുന്നത് ഇതൊരു ഗന്ധർവ നഗരം പോലെയാണെന്ന്. ഗന്ധർവ നഗരം എന്ന് പറഞ്ഞാൽ സെലസ്റ്റിയൽ സിറ്റി, ആകാശത്ത് കാണപ്പെടുന്ന ഒരു നഗരം. നഗരം ആകാശത്തിൽ, അന്തരീക്ഷത്തിൽ ഒരിക്കലും കാണപ്പെടില്ല. ഭൂമിയിലാണ് നഗരങ്ങളുള്ളത്. പക്ഷേ ഈ ഭൂമിയിലുള്ള നഗരങ്ങൾ ആകാശ നഗരം പോലെയാണ് അല്ലെങ്കിൽ ഗന്ധർവ നഗരം പോലെയാണ് എന്ന് വേദാന്തം പറയുമ്പോൾ പലർക്കും ചൊറിച്ചിലാണ് അനുഭവപ്പെടുന്നത്. ഇതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? നമ്മൾ വ്യക്തമായി അനുഭവിക്കുന്നത് തൊടാൻ പറ്റുന്നുണ്ടല്ലോ, ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയുന്നുണ്ടല്ലോ, നുള്ളിയ വേദനിക്കുന്നുണ്ടല്ലോ, തീയിൽ കൈ കൊണ്ട് വെച്ചാൽ പൊള്ളുന്നുണ്ടല്ലോ. ഇതെങ്ങനെയാണ് ആകാശ നഗരം പോലെ മിഥ്യയാവുന്നത്? സാറ് ചോദിക്കും. ഭൂമിയിലെ നഗരങ്ങൾ ഭൂമിയിലാണല്ലോ, സംശയമില്ല. ഈ ഭൂമി എവിടെ നിൽക്കുന്നു? ശൂന്യാകാശം. അപ്പോൾ ഇത് ഗന്ധർവ നഗരമല്ലാതെ എന്താണ്? ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന നഗരങ്ങൾ സത്യമാണ് എന്നാണ് മനുഷ്യർ വിചാരിക്കുന്നത്. പക്ഷേ ഈ നഗരങ്ങളുടെ ആധാരമായി വർത്തിക്കുന്ന ഭൂമി ശൂന്യാകാശത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പിന്നെ ഇത് ഗന്ധർവ നഗരമല്ലാതെ മറ്റെന്താണ്? ആലോചിക്കുന്നില്ലെന്നേ മനുഷ്യൻ, ചിന്തിക്കുന്നില്ല. എന്നിട്ട് എല്ലാം അറിയാമെന്നുള്ള ഒരു ഭാവവും, പ്രാജ്ഞം മന്യൻ, ഒന്നും അറിഞ്ഞൂടാ, എല്ലാം അറിയാമെന്നുള്ള വിചാരം. ഇതാണ് മണ്ടൻ്റെ ലക്ഷണം. മണ്ടനെയാണ് അജ്ഞാനി, അറിയില്ലാത്തവൻ, അവിദ്യയിൽ കഴിയുന്നവൻ എന്നൊക്കെ വേദാന്തശാസ്ത്രം പറയുന്നത്. അപ്പോൾ തൻ്റെ സ്വരൂപത്തിന് ഒരു മാറ്റവും സംഭവിക്കാതെ തന്നെ അനന്തകോടി പ്രപഞ്ചമായും നാമരൂപങ്ങളായും ഈ ആത്മാവ് മായയിലൂടെ പ്രകടമാകുന്നു. അതയേവ സത്താസാമാന്യാധീന സ്ഥിതികത്വാദേവ. സാമാന്യ സത്ത ഇതൊരു ഉണ്മയാണ്, ഇതിന് നാമരൂപങ്ങളില്ല. പക്ഷേ ഇത് വാസ്തവത്തിൽ ഉള്ളതാണ്, ഇത് മാത്രമേ ഉള്ളൂ. ഉണ്മ ഉണ്ട് എന്ന് പറയേണ്ട കാര്യമില്ല. ഉള്ളതിൻ്റെ ഭാവമാണ് ഉണ്മ. ഉണ്മയില്ലാതെ പിന്നെ വേറെന്തുണ്ടാവും? ഉള്ള ഒന്നിൻ്റെ സ്വഭാവമോ സ്വരൂപമോ ആണ് ഉണ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഉണ്മയുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? സത്യമാണ് ഈ ആത്മാവ്, ഉണ്മ സ്വരൂപമായിട്ടുള്ളതാണ്, അത് സാമാന്യ സത്തയാണ്. അവികൃതസ്യ സദാത്മനയേവ നഭാതിരൂപേണ സ്ഥിതിം പ്രപഞ്ചയതി. യാതൊരു വികാരത്തിനും വശംവദമാകാതെ എപ്പോഴും തൻ്റെ സ്വരൂപത്തിൽ അല്ലെങ്കിൽ മഹിമാവിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവ് തന്നെയാണ് ആകാശം തുടങ്ങിയ പഞ്ചഭൂതങ്ങളായും പഞ്ചഭൂത സംഘാതങ്ങളായ മറ്റു വസ്തുക്കളായും പ്രകടമാകുന്നത്. അത്യജൻ സ്വസത്തയ അനുഗൃഹന്നേവ. തൻ്റെ സ്വരൂപത്തെ പരിത്യജിക്കാതെ തന്നെ, തൻ്റെ സ്വരൂപത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതെ പ്രപഞ്ചമായി കാണപ്പെടുന്നു ഈ ആത്മാവ്. അവിടെ അത്യജൻ, പരിത്യജിക്കാതെ എന്നുള്ളതിന് തൻ്റെ സത്തയെ ഇല്ലാത്ത നാമരൂപങ്ങൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ജഗത്തിനെ അനുഗ്രഹിക്കുന്നവനാണ് ഈ ആത്മാവ്. ആ ആത്മാവില്ലെങ്കിൽ പ്രപഞ്ചമില്ല. പ്രപഞ്ചത്തെ ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നത് നമ്മുടെ ഉള്ളിലെ ആത്മാവാണ്. ഞാനറിയുന്നു എന്ന് നമ്മൾ പറയുന്നു, പക്ഷേ ഈ ഞാനായി പ്രകാശിക്കുന്നത് ആത്മാവാണല്ലോ. അപ്പോൾ ആത്മാവിൻ്റെ അനുഗ്രഹം, അതിൻ്റെ കാരുണ്യം കൊണ്ടാണ്
പ്രപഞ്ച അനുഭവം പോലും നമുക്ക് സംഭവിക്കുന്നത്. പ്രപഞ്ചം മിഥ്യയാണ് എന്നുള്ളതും ആത്മാവിൻ്റെ അതിരുകടന്ന അനുഗ്രഹം തന്നെ. പ്രപഞ്ചത്തെ ഉള്ളതാക്കി തീർക്കുന്നതും ആത്മാവ്. ഈ പ്രപഞ്ചം മിഥ്യയാണ്, ആത്മാവ് മാത്രമേ സത്യമായിട്ടുള്ളൂ എന്ന അറിവ് പകർന്നു നൽകുന്നതും അതേ ജഗദീശ്വരൻ തന്നെയാണ്. ഒരു സംശയവും ഇക്കാര്യത്തിലില്ല. തുടർന്നുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച